ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ്. ഇത് നിങ്ങളും ഞാനും ഒക്കെ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. GDSന്റെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ GDSന്റെ വേക്കൻസി. ഈ ഒരു വേക്കൻസിയെ പറ്റി ഞാൻ ഇതിനു മുന്നേ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അതിനെപ്പറ്റി ഞാൻ ഷെയർ ചെയ്ത് സംസാരിച്ചായിരുന്നു. അപ്പം അതിന്റെ ഒരു മൂന്നാമത്തെ ഒരു സർക്കുലറാണിത്. ഏതാണ്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ആ ഒരു സർക്കുലർ കാണിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം. ഒരുപാട് പേരുണ്ട് ആ വീഡിയോ കണ്ടിട്ട്. ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ഓഫീസിലെ GDS റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചു, പലരും മെസ്സേജ് ചെയ്ത് അവർക്കൊക്കെ ഞാൻ ആൻസർ കൊടുത്തു. എങ്കിലും പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്. 20-ാം തീയതി ഇത് ഔട്ട് ആവുക. 20-ാം തീയതി നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ 10 ദിവസമേ നമുക്കുള്ളൂ. 10 ദിവസത്തിൽ 4-ാം തീയതി, ഫെബ്രുവരി 4-ാം തീയതി ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റാ. അപ്പൊ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാം ശരിയാക്കണം. നിങ്ങളെല്ലാം തയ്യാറായി. ഞാൻ പറയുന്ന നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അത് കണക്ക് ചെയ്യുക. പലരും മെസ്സേജ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കമന്റ് ഇടുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ A+ ഉള്ളവർക്കേ കിട്ടത്തുള്ളൂ, എല്ലാവർക്കും A+ ഉണ്ട്, അപ്പൊ നമുക്ക് കിട്ടും. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ലക്ക് കണക്കിരിക്കും. നമുക്ക് വെറും ഒരു 100 രൂപയുടെ കാര്യമുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇനി ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന ഇതിന്റെ ഏതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ള ആ ഡോക്യുമെന്റ്സിന്റെ കാര്യം നിങ്ങളോട് പറയാം. പലരും ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്താണ്, സർക്കുലർ വന്ന് അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്താണ്. അതുകൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഡിവിഷൻ വൈസ്. ആദ്യം ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡിവിഷൻ വൈസ് ഇവര് ലിസ്റ്റ് ഉണ്ടാക്കും. ആ ഡിവിഷൻ വൈസ് ലിസ്റ്റ് തയ്യാറായി അതിന്റെ PDF ഇവര് പബ്ലിഷ് ആയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടി. അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്യും. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓരോ സ്റ്റേറ്റിലും കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, തമിഴ്നാട്ടിൽ എത്ര വേക്കൻസി ഉണ്ട്, കർണാടകയിൽ എത്ര വേക്കൻസി ഉണ്ട്, തെലങ്കാനയിൽ എത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ അത് കണക്ക് മധ്യപ്രദേശിൽ എത്രയുണ്ട്, ഗുജറാത്തിൽ എത്രയുണ്ട്, അതൊക്കെയുള്ള വേക്കൻസി എത്രയുണ്ട് ഓരോ സ്റ്റേറ്റിലെയും. അതാണ് ഡിവിഷൻ വൈസ്. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് 12-ാം തീയതി അവർക്ക് കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തതാ. പക്ഷെ ഇന്ന് 9-ാം തീയതി അവർ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളെ ആ PDF ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അത് നോക്കാൻ മനസ്സിലായി ഏതൊക്കെ സ്റ്റേറ്റിൽ എത്രയൊക്കെ, നമ്മുടെ കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതിന്റെ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മൊത്തം വീഡിയോ കാണണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഞാൻ ഡോക്യുമെന്റ്സിന്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ നിങ്ങളുടെ പെർസെന്റേജും, അതായത് SSLCയുടെ നിങ്ങളുടെ പെർസെന്റേജ് ചോദിക്കും. ഇവിടെ നിങ്ങളുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SSLC ആണ്. അപ്പൊ ആ SSLCയുടെ പെർസെന്റേജ് എത്രയുണ്ട്, ഇന്ന സബ്ജക്റ്റിന് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു SSLCയുടെ അത് ഞാൻ ഒരു മെയിൻ കാര്യം അതാണ്. നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഈ വേണം. അപ്പൊ ബാക്കിയൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് ഞാൻ മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കോ ഹൈപ്പോ ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ആണ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. ഓർഗനൈസേഷൻ നെയിം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആണ് ഓർഗനൈസേഷൻ നെയിം. പോസ്റ്റ് നെയിം GDS. BPM ഉണ്ട്, ABBPM ഉണ്ട്, ഡാക് സേവക്. ഈ BPM എന്താണ്, ABPM എന്താണ്, ഡാക് സേവക് എന്താണെന്നൊക്കെയുള്ള ഞാൻ ഇതിന്റെ വിവരിച്ചുകൊണ്ട് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഇതിന് മുന്നേ നിങ്ങൾ എന്റെ ഈ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. നമ്പർ ഓഫ് പോസ്റ്റ്, അതായത് ഓരോ ഡിവിഷനിലെ ഓരോ സ്റ്റേറ്റിലെ വേക്കൻസി അനുസരിച്ച് മൊത്തം 28,740 പോസ്റ്റ് ഉണ്ട്. ഇതിൽ എത്രയാ കേരളത്തിലുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് കൺഫേം ഒന്നുകൂടായി. 20 ജനുവരി തൊട്ട് ഇത് തുടങ്ങും. ലാസ്റ്റ് ഡേറ്റ് 4 ഫെബ്രുവരി വരെയാണ്. അതായത് 10 ദിവസത്തെ സമയമേ ഉള്ളൂ. നമുക്ക് 14 ദിവസത്തെ സമയമുണ്ട്. 14 ദിവസം കൂടിക്കുക. 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്ലൈ മോഡ് ഓൺലൈൻ ആണ്.
ഇനി ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ഇപ്പം പറഞ്ഞ് സ്റ്റേറ്റിന്റെ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെന്ന്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ. അപ്പൊ ഇവിടെ ഇവർക്ക് കൊടുത്തിരുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് വേക്കൻസി കമ്പ്യൂട്ടറിംഗ് ബൈ ദ ഡിവിഷൻ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ഇവർക്ക് കൊടുത്തിരുന്ന സമയം 5 ജനുവരി തൊട്ട് 12 ജനുവരി വരെയാണ്. പക്ഷെ ഇവര് 9 ആയപ്പോ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിലും എത്ര വേക്കൻസി ഉണ്ടെന്ന്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സംശയമുണ്ട്, പലരും അതും ചോദിച്ച് 10th പാസ്സായാൽ മാത്രം മതി, ബാക്കി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യം പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 10th പാസ്സായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, ആ കാറ്റഗറി വരുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കണം. OBC-കാർക്ക് 18 തൊട്ട് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST-ക്ക് 18 തൊട്ട് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST 5 വർഷത്തെ ഇളവുണ്ട്, OBC-ക്ക് 3 വർഷത്തെ ഇളവുണ്ട്. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവരവരുടെ സ്റ്റേറ്റിലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ സർക്കുലർ കാണിച്ച് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നിങ്ങൾക്ക്. ജനറൽ OBC EWS നിങ്ങൾക്ക് കാറ്റഗറി, അതായത് ജനറൽ OBC EWS കാറ്റഗറി വരുന്നവർക്ക് 100 രൂപയേ ഉള്ളൂ. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. SC ST PH-ന് ഒരു പൈസയും കൊടുക്കേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം ഇല്ല, മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ SSLC-യുടെ അല്ലെങ്കിൽ മെട്രിക്കുലേഷന്റെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ മെറിറ്റ് ലിസ്റ്റിലാണ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളിലൂടെ നിങ്ങളുടെ സെലക്ഷൻ ആവും. കേരളത്തിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്, ഞാൻ കാണിക്കാൻ നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ നമുക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇനിയാണ് മെയിൻ കാര്യം, നിങ്ങൾ ഇത് മൊത്തം കാണണം. പ്രത്യേകിച്ച് ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ വേണം. അതുകൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ എങ്ങനെയാണ്? നിങ്ങൾ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് അതിന്റെ ഫോട്ടോ നിങ്ങൾ മൊബൈലിൽ എടുക്കുക. നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോട്ടോ മൊബൈൽ കാണണം. ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, വലിയ കളർ ഒന്നും കൊടുക്കല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇത് വൈറ്റ് ആണെങ്കിൽ വളരെ നല്ലതാ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തിനാ കൊടുക്കുന്നത്? നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആ ഒരു കാറ്റഗറി റിലാക്സേഷന്റെ കാറ്റഗറി വരുന്നവര്, അതുകൂടാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ഫീസ് ഇല്ല, ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് കൊടുക്കണ്ട. ആ ഒരു കാറ്റഗറി SC ST അങ്ങനെയുള്ളവര് നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായി, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിജക്ട് ആകും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ ചിലപ്പോൾ റിജക്ട് ആകും കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ 2 കാര്യങ്ങൾ സംഭവിക്കാൻ, അതുകൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെയാണ് ഡൊമസ്റ്റിയൽ സർട്ടിഫിക്കറ്റ്. ഇവിടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾക്ക് ഡൊമസ്റ്റിയൽ സർട്ടിഫിക്കറ്റ് വേണം. ആ ഡൊമസ്റ്റിയൽ സർട്ടിഫിക്കറ്റ് ഏത് സ്റ്റേറ്റിലെയാണോ ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമ്മൾ കേരളത്തുകാര്, നമുക്ക് മലയാളികളാണ്, നമുക്ക് മലയാളം അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തമിഴ് അറിയത്തില്ലെങ്കിൽ അത് പ്രശ്നമാകും, റിജക്റ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ആധാർ കാർഡ് പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഫോട്ടോ, ആ ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് അത് ഒരു അധികം സമയം എടുക്കത്തില്ല. പക്ഷെ 2 ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടൻസ് ആണ്, ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഒന്ന് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ 10ാം ക്ലാസ്സിലെ ആ ഒരു നിങ്ങൾക്ക് ആ സമയത്ത് 10ാം ക്ലാസ്സിലെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല. അത് ഇനി അറിയത്തില്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. അതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഓരോ ലാംഗ്വേജിലും നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ആ മാർക്ക് ആ കോളത്തിൽ നിങ്ങൾ അത് പൂരിപ്പിക്കണം, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം.
അപ്പൊ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് വൈസ് ഉള്ള ആ വേക്കൻസി എത്രയാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ അനക്സർ 1 ഓഫ് ലെറ്റർ നമ്പർ അനക്സർ എ ആണിത്. ഇതിനകത്ത് പറയുന്നുണ്ട് ഫൈനൽ വേക്കൻസീസ് ടു ബി നോട്ടിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 ജാനുവരി 26 ഫൈനൽ ഡിവിഷൻ വൈസ് ഉള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ഉള്ള ഒരു വേക്കൻസിയാണ്. ഇവിടെ നെയിം ഓഫ് സർക്കിൾ പറയുന്നുണ്ട്. നെയിം ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, അതായത് നമ്മുടെ സംസ്ഥാനമാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൽ 1060 ഉണ്ട്, ആസാമിൽ 639, ബീഹാറിൽ 1347, ഛത്തീസ്ഗഡിൽ 1155, ഡൽഹിയിൽ 42 ഉള്ളു, ഗുജറാത്ത് 1830 ഉണ്ട്, ഹരിയാനയിൽ 270 ഉണ്ട്, ഹിമാചൽ പ്രദേശിൽ 520, ജമ്മു ആൻഡ് കാശ്മീരിൽ 267, ജാർഖണ്ഡ് 908, കർണാടക 1023. ഇനിയാണ് നമ്മുടെ വരുന്ന കേരളയിൽ നമ്മുടെ സംസ്ഥാനത്തിന് 1691. ഒരുമാതിരി നല്ല വേക്കൻസി ഉണ്ട്. ഒരുപാട് പേര് അപ്ലൈ ചെയ്യും, എങ്കിലും വേക്കൻസി വളരെ നല്ലതുപോലെ ഉണ്ട്. മധ്യപ്രദേശിൽ 2120 ഉണ്ട്, മഹാരാഷ്ട്രയിൽ 3500, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ 3553. നോർത്ത് ഈസ്റ്റിൽ 1014 ഉണ്ട്, ഒറീസയിൽ 1191, പഞ്ചാബിൽ 262, രാജസ്ഥാനിൽ 634, തമിഴ്നാട് 2009, തെലങ്കാന 609, ഉത്തർപ്രദേശ് 3169, ഉത്തരാഖണ്ഡ് 445, വെസ്റ്റ് ബംഗാൾ 2982. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 28,740 വേക്കൻസി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നല്ല കണക്ക് വേക്കൻസി ഉണ്ട്. ഇതിന്റെ ആ ലിസ്റ്റ് തയ്യാറായി. ഇതനുസരിച്ച് ഇനി സെക്കൻഡ് ഇവരുടെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതുകൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം, എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.